ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ 25 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വേഗം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇന്ത്യയിൽ സാമൂഹ്യ വികസനം, കൃഷി, ജലസേചനം തുടങ്ങിയ പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ സാമൂഹ്യ വികസനം, കൃഷി, ജലസേചനം തുടങ്ങിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ PC മഹ്ലാനോബിസ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് PC മഹ്ലാനോബിസ്. ദേശീയ വരുമാനം സ്ഥിരമായി നിൽക്കുകയും ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്താൽ ആളുകളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ആളുകളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താ? കുറയും. വരുമാനം കുറയും. ദേശീയ വരുമാനം സ്ഥിരമായി നിൽക്കുകയും ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്താൽ ആളുകളുടെ വരുമാനം എന്താണ് സംഭവിക്കുന്നത്? കുറഞ്ഞു പോകും. വില സംവിധാനത്തിന് പ്രാധാന്യമില്ലാത്ത സമ്പദ് വ്യവസ്ഥ ഏതാണ്? വില സംവിധാനത്തിന് പ്രാധാന്യം ഇല്ലാത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസിൽ ലേബർ അസോസിയേഷൻ അല്ലെങ്കിൽ മസ്ദൂർ മഹാജൻ സഭ സ്ഥാപിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത്. അപ്പോൾ അഹമ്മദാബാദ് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം മഹാത്മാഗാന്ധിയാണ്. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസിൽ സമരങ്ങളൊക്കെ നടത്തിയത് അതിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് എന്താണ്? ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ. നീതി ആയോഗിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നബാർഡ് രൂപീകരണത്തിന് വഴിതെളിച്ച കമ്മീഷൻ ഏതാണ്? B. ശിവരാമൻ കമ്മീഷൻ. നബാർഡിന്റെ കമ്മീഷനാണ് B. ശിവരാമൻ കമ്മീഷൻ. ഇന്ത്യയിൽ വരുമാനം എന്ന ഗണത്തിൽ പെടുത്തിയിട്ടില്ലാത്ത ഏക പെൻഷൻ ഏത് സംഘടനയിൽ നിന്നുള്ളതാണ്? ഐക്യരാഷ്ട്ര സംഘടന. ഇന്ത്യയിൽ വരുമാനം എന്ന ഗണത്തിൽ പെടുത്തിയിട്ടില്ലാത്ത ഏക പെൻഷൻ ഏത് സംഘടനയിൽ നിന്നുള്ളതാണ്? ഐക്യരാഷ്ട്ര സംഘടന. ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് പ്രണബ് മുഖർജി. ആസൂത്രണ കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷനായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാന്ന് വെച്ചാൽ അതാണ് പ്രണബ് മുഖർജി. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയുടെ വാർഷിക പ്രീമിയം എത്ര രൂപയാണ്? ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയുടെ വാർഷിക പ്രീമിയം എത്ര രൂപയാണ്? 12 രൂപയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയാണ് കാസർഗോഡ്. വാർഷിക വിറ്റുവരവ് എത്ര രൂപ വരെയുള്ള സ്ഥാപനങ്ങളെയാണ് GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? വാർഷിക വിറ്റുവരവ് എത്ര രൂപ വരെയുള്ള സ്ഥാപനങ്ങളെയാണ് GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? 40 ലക്ഷം രൂപ. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. 2020 മാനുഷിക വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 131ാമതാണ്. 2020 മാനുഷിക വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 131ാമത്തെയാണ്. സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ ഗ്രാമമാണ് തെംബ്ലി. ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ ഗ്രാമമാണ് തെംബ്ലി. രാജ്യാന്തര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ അധ്യക്ഷനായ ആദ്യ ഇന്ത്യക്കാരൻ
രാജ്യാന്തര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ അധ്യക്ഷനായ ആദ്യ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. നീതി ആയോഗ് ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ടീം ഇന്ത്യ. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിലാണ്. അടുത്തത് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ, സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1967. ഇന്ത്യയിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ ആശയങ്ങൾ രൂപം കൊണ്ട വർഷം. ഇന്ത്യയിലെ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ ആശയങ്ങൾ രൂപം കൊണ്ട വർഷമാണ് 1991. ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം ഡിസംബർ 24. ഉപഭോക്തൃ അവകാശ നിയമം 2019 നിലവിൽ വന്ന ദിവസം. ഉപഭോക്തൃ അവകാശ നിയമം 2019 നിലവിൽ വന്ന ദിവസം ഏതാണെന്ന് വെച്ചാൽ ജൂലൈ 20. 2020 ജൂലൈ 20. ലോക ബാങ്ക് പുറത്തുവിട്ട 2020 ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 116. ലോക ബാങ്ക് പുറത്തുവിട്ട 2020 ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 116. അടുത്തത് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ 75% പ്രദേശവാസികൾക്ക് നൽകാനുള്ള ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനമാണ് ഹരിയാന. ലാസ്റ്റ് വൺ, മനുഷ്യ വിഭവശേഷി വികസനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. മനുഷ്യ വിഭവശേഷി വികസനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. ഇതോടെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള 25 ക്വസ്റ്റ്യൻസ് തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.